ഹലോ നമസ്കാരം. വീക്ക്ലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക് എന്ന് ചോദിക്കുന്നില്ല. വളരെ സംഭവബഹുലമായ ഒരു വീക്കാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്സിലെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തന്നെ ഭാവിയെ നിർണ്ണയിക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ റിസൾട്ടൊക്കെ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു വീക്കായിരുന്നു. എക്സിറ്റ് പോളിന്റെ റിസൾട്ട് വരുന്നു, നിഫ്റ്റി മുകളിലേക്ക് പോകുന്നു, ഒരു 3-4% മുകളിലേക്ക് പോകുന്നു. എക്സാക്ട് റിസൾട്ട് വരുന്നു, അതുമായി യാതൊരു ബന്ധവുമില്ല, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു എക്സിറ്റ് പോൾ റിസൾട്ട് വരുന്നു. 7%ലേറെ ഡൗൺ സൈഡ് വരുന്നു നിഫ്റ്റി. അതിനുശേഷം എഗെയിൻ റൂളിംഗ് പാർട്ടി തന്നെ അധികാരത്തിൽ വരുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ എഗെയിൻ നിഫ്റ്റി ഒരു 3%-4%. ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്കിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഓൾ ടൈം ഹൈക്ക് നിയർ ആയിട്ടാണ്. അപ്പോൾ ഇത്രയും വോളറ്റിലിറ്റി അല്ലെങ്കിൽ ക്രേസിയസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് നടന്നിട്ടുള്ള ഒരു വീക്കാണ് കടന്നു പോയിട്ടത്. ഒരുപാട് പേരുടെ കാശ് നഷ്ടം വന്നിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ആസ് യൂഷ്വൽ ലാഭവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും അധികം കഴിഞ്ഞൊരു 6 മാസത്തിൻ്റെ ഇടയിൽ ഏറ്റവും അധികം ക്രേസിയസ്റ്റ് ആയിട്ട് മൂവ്മെന്റ് അല്ലെങ്കിൽ വോളറ്റിലിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഇന്ത്യ എക്സിൻ്റെ ഒക്കെ കേസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്സിന്റെ പെർഫോമൻസ് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഏറ്റവും ആദ്യത്തെ സ്റ്റോക്കാണ് യൂണിയൻ ബാങ്ക് എന്ന് പറയുന്നത്. യൂണിയൻ ബാങ്കിന്റെ ഒരു സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം യൂണിയൻ ബാങ്ക് നമ്മൾ പറഞ്ഞ ലെവലിന്റെ മുകളിൽ എക്സിറ്റ് പോളിന്റെ ഡാറ്റ വന്നതിന് ശേഷം മൺഡേ ഓപ്പൺ ചെയ്തത് ഏകദേശം ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ്. അന്നേ ദിവസം തന്നെ ഏകദേശം സ്റ്റോക്ക് ഒരു സ്റ്റോക്ക് അന്നേ ദിവസം തന്നെ ഏകദേശം ഒരു 4-5% മുകളിൽ 4 ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം എക്സാക്ട് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവിടെ വലിയൊരു റെഡ് ക്യാൻഡിൽ. നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു മൂവ്മെന്റ്. എക്സ്പെക്റ്റ് ചെയ്യാത്തതെന്ന് ഉദ്ദേശിച്ചത് ഇത്ര വലിയൊരു മൂവ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒറ്റയടിക്ക് ഡാറ്റ ചേഞ്ച് ആവുന്നതും അതിനെ സംബന്ധിച്ച് മാർക്കറ്റ് റിയാക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇത്ര വലിയൊരു ക്യാൻഡിൽ അവിടെ ഫോം ചെയ്ത് എല്ലാവരുടെയും ഗെയിൻസ് വൈപ്പ് ഔട്ട് ചെയ്യുന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതോടുകൂടി നമ്മൾ സ്റ്റോപ്പ് ലോസ് ആ ട്രേഡിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലെവൽസ് ഇനി വാലിഡ് അല്ല. പക്ഷേ എഗെയിൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എഗെയിൻ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ 164-165 എന്ന് പറയുന്നത് 166 ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അഗൈൻ യൂണിയൻ ബാങ്കിൻ്റെ കേസിൽ യൂണിയൻ ബാങ്ക് പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇമാമി ലിമിറ്റഡിനെ റിസൾട്ട് ഒന്നും എഫക്റ്റ് ചെയ്തില്ല. മാർക്കറ്റ് ഏതോ ഒരു സൈഡിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇമാമി ലിമിറ്റഡ് സംഹൗ അറിയില്ല, അപ്പം അങ്ങനെ പറയാൻ പാടില്ല. ശരിക്കും നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ബേസിലാണ് പോകുന്നത്. പക്ഷേ എക്സ്റ്റേണലി നടന്ന ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടന്ന സമയത്ത് പോലും നമുക്ക് 20% മുകളിൽ റിട്ടേൺ തന്നിട്ടുള്ള സ്റ്റോക്ക്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിൽ നിന്ന് 20%, ഈവൻ 20 അതിലധികം 22% മുകളിൽ മൂവ്മെൻറ്റ് ഒറ്റ ആഴ്ച കൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇമാമി ലിമിറ്റഡ് ആണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പിക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ വാച്ച് ലിസ്റ്റ് ഏറ്റവും ബെസ്റ്റ് തന്നെ പറയും. കാരണം അത്ര വലിയൊരു മൂവ്മെൻറ്റ് ഇപ്പം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടോ ഈവൻ വേറെ ഏത് സ്റ്റോക്കിൻ്റെ ചാർട്ട് നിഫ്റ്റി 50 വരുന്ന സ്റ്റോക്കിൻ്റെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്യൂസ്ഡേയിലെ ആ ഒരു ബിഗ് റെഡ് ക്യാൻഡിൽ കാണാൻ കഴിയും. പക്ഷെ അത് ഇതിൽ കാണുന്നില്ല. എനിവേ ഈ ഒരു സ്റ്റോക്കാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അദാനി പോർട്ട്. അദാനിയിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അദാനിയുടെ ഒക്കെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് പോൾ ഔട്ട് ചെയ്യുന്നു, തൊട്ടടുത്ത ദിവസം പിന്നെ അത് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നത് പോലും ഏകദേശം 6% മുകളിലാണ്. അന്നേ ദിവസം സ്റ്റോക്ക് ഓൾറെഡി നമ്മുടെ ലെവലിൽ നിന്ന് 11%. ഞാൻ എന്നോട് ചോദിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലെവലിൽ നിന്ന് 10% മുകളിലാണ് ട്രേഡ് നടക്കുന്നത്, അല്ലെങ്കിൽ 8% മുകളിലാണ് ട്രേഡ് നടക്കുന്നത്, എൻട്രി ചെയ്യാൻ പോകേണ്ടതാണ്. തൊട്ടടുത്ത ദിവസം തന്നെ എക്സാക്ട് റിസൾട്ട് വരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ബിഗ് റെഡ് ക്യാൻഡിൽ 20% ആണ് ഒറ്റ ദിവസം കൊണ്ട് ആ ഗെയിൻസ് 20% മുകളിലാണ് വൈപ്പ് ഔട്ട് ചെയ്ത് പോയിട്ടുള്ളത്. നമ്മൾ എൻട്രി എടുക്കേണ്ട ടെലഗ്രാം ചാനലിലും നമ്മൾ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് ഒന്ന് ഫ്രീ ആക്കി വെക്കാൻ. ഇലക്ഷൻ ഡേയുടെ അന്ന് 9:45 ശേഷം ഞാനൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫണ്ട് ഒന്ന് ഫ്രീ ആക്കി വെക്കുക, ഷോർട്ട് ടേം ഫണ്ട് ഒന്ന് ഫ്രീ ആക്കി വെക്കുക. ലോങ് ടേമിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്തോളൂ എന്ന് തന്നെ പറഞ്ഞത്. ഷോർട്ട് ടേം ട്രേഡേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫണ്ട് ഫ്രീ ആക്കി വെക്കാനാണ്. ഒരുവിധം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ആ ലെവലിൻ്റെ ഒക്കെ 8-10% മുകളിലാണ് അദാനി പോർട്ട് ട്രേഡ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഈവൻ ഇപ്പോൾ മാർക്കറ്റിലേക്ക് അഗൈൻ ഒരു മൊമെൻ്റ് റീഗെയിൻ ചെയ്ത് വരുന്നതായിട്ട് കാണാം. പക്ഷേ ഞാനൊരു ഫ്രഷ് എൻട്രി അദാനി സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യുന്നില്ല. വ്യക്തമായിട്ടുള്ള മറുപടി എന്നോട് ചോദിക്കുന്നവരല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത് അദാനി സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ഫ്രഷ് എൻട്രി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് NHPC.
NHPC ഏകദേശം സെയിം കണ്ടീഷനാണ്. അദാനിയുടെ സ്റ്റോക്കിലേക്ക് ആ ചാർട്ടിലേക്ക് നോക്കിയ സെയിം കണ്ടീഷനാണ്. എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് ഔട്ട് ചെയ്യുന്നു. ഏകദേശം നമ്മുടെ ലെവലിൽ നിന്ന് ഒരു 9 to 8% മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് താഴെ ക്ലോസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലും ഒരുപാട് മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാറുള്ളത്. എഗെയിൻ തൊട്ടടുത്ത ദിവസം എക്സാക്ട് റിസൾട്ട് വന്ന ദിവസം ഇത്ര വലിയൊരു ക്യാൻഡിൽ താഴെ വരുന്നു. അപ്പോൾ അതിൽ എൻട്രി ചെയ്തവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, ഒരുപാട് ടോപ്പിൽ എൻട്രി ചെയ്തിട്ട് ആ ഒരു ഗെയിൻസ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ ഉണ്ടാക്കിയ ഗെയിൻസ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും ഈ ഒരു ട്രേഡിലൊക്കെ. അപ്പോൾ നമ്മൾ ഇത്തരത്തിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നാലേ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ആ ട്രേഡ് അങ്ങ് ലീവ് ചെയ്യാം, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് അഗെയിൻ അദാനി എൻ്റർപ്രൈസസ് സെയിം ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവല് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് ഏകദേശം 8 to 10% മുകളിലാണ് തൊട്ടടുത്ത ദിവസം ഓപ്പൺ ചെയ്യുന്നതും ട്രേഡ് നടക്കുന്നതും. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത ദിവസം ബിഗ് റെഡ് ക്യാൻഡിൽ നോക്കിയാൽ അറിയാം ഏകദേശം 20% ഒക്കെ താഴത്താണ് പിന്നെ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരൊറ്റ ദിവസം കൊണ്ട് സ്റ്റോക്ക് ട്രേഡ് ചെയ്തിട്ടുള്ളത്. അഗൈൻ ഇവിടെ ഈ ഒരു ലെവലൊന്നും ഇനി വരികയാണെങ്കിൽ പോലും നമ്മൾ ഫ്രഷ് എൻട്രി ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. പ്രോപ്പറായിട്ടൊരു ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ആ വോളറ്റിലിറ്റി ഒന്ന് നീങ്ങിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അദാനി സ്റ്റോക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇത്രയും 5 സ്റ്റോക്കുകളാണ് നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഏകദേശം നമ്മൾ പറഞ്ഞ ലെവൽസിൽ ഒരു 3 സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത് മുകളിലായിരുന്നു. പിന്നെ നമുക്ക് പെർഫോം ചെയ്തതെന്ന് പറയുന്നത് ഇമാമി ലിമിറ്റഡ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പ്രോപ്പർ ട്രേഡ് ചെയ്തൊരു സ്റ്റോപ്പ് ലോസ് കിട്ടിയൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് യൂണിയൻ ബാങ്കാണ്. എനിവേ ഇനി മാർക്കറ്റിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇനിയത്തെ മാർക്കറ്റിൽ നമ്മൾ ഏത് സെക്ടർ ഫോക്കസ് ചെയ്യും, ഏത് സ്റ്റോക്ക് ഫോക്കസ് ചെയ്യും, ഷോർട്ട് ടൈമിൽ എൻട്രി ചെയ്യാൻ പറ്റുമോ, ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് കേരളയുടെ തന്നെ പ്രേക്ഷകരും അതേപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്യുന്ന ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്ട് ടൈമിൽ എൻട്രി ചെയ്യുന്നുണ്ട്. ഈ ആഴ്ച എൻട്രി ചെയ്യേണ്ട പിക്കുകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് കൺസിഡർ ചെയ്യുന്ന കുറച്ച് സ്റ്റോക്സ്, ഇത് പ്രോപ്പർ ടെക്നിക്കൽ അനാലിസിസ് ആണ്. എക്സ്റ്റേണൽ വോളറ്റിലിറ്റി അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള റിസ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുന്നുള്ളൂ. നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് പെന്നാർ ഇൻഡസ്ട്രീസ്. പെന്നാർ ഇൻഡസ്ട്രീസ് ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ നമ്മൾ വീക്കിലി ക്യാൻഡിൽ നോക്കിയാലും അതേപോലെ തന്നെ ഡെയിലി ക്യാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ആ സോണിലേക്ക് ഒരു റീടെസ്റ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് ഈ ഒരു 155 160 റേഞ്ചിലേക്കൊന്ന് റീടെസ്റ്റ് നടത്തിയതിന് ശേഷം അഗെയിൻ സ്റ്റോക്ക് എന്ത് ചെയ്യും, പുതിയ ഹൈ കട്ട് ചെയ്ത് മൂവ്മെൻറ്റ് നടത്തുന്നതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന 169 168 എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ എൻട്രി ചെയ്യാം. അപ്പോൾ ആ ലെവലിൽ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്വാണ്ടിറ്റി കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. 40-50%. 100 ക്വാണ്ടിറ്റി എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 40%, അതായത് 40 ക്വാണ്ടിറ്റിയിൽ മാത്രം ഇതിൽ എൻട്രി ചെയ്യാം. ബാക്കി എന്ത് ചെയ്യാം, റീടെസ്റ്റ് തരികയാണെങ്കിൽ അവിടെ പിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എൻട്രി മിസ് ആവത്തില്ല, നമ്മൾ എന്ത് ചെയ്യുക, വലിയ റിസ്ക് ആവുന്നില്ല. ഇനി അഗെയിൻ ഇതിന് മുകളിൽ സ്റ്റോക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, ആ 40% കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈ ആവാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് തിരിച്ച് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. റീടെസ്റ്റിൽ എൻട്രി ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ, നമുക്ക് ചെറിയ റിസ്ക് വരത്തുള്ളൂ. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്കിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ, അതായത് ഡെയിലി ക്യാൻഡിലിൻ്റെ ലാസ്റ്റ് ഇപ്പോൾ ഫ്രൈഡേ ക്യാൻഡിൽ ക്ലോസിങ്ങിൻ്റെ താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് വരുന്നത്. ഏകദേശം 141 അല്ലെങ്കിൽ 142 എന്ന് പറയുന്ന റേഞ്ചിന് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസിങ് 1 hour ക്യാൻഡിൽ ക്ലോസിംഗ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് ഈ ഒരു ലെവൽ റീടെസ്റ്റിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ ലെവൽസിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബെസ്റ്റ് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് എന്ന് പറയുന്നത് 142 140 എന്നൊക്കെ പറയുന്ന റേഞ്ചാണ്. അപ്പോൾ നമ്മളെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് 175, അതേപോലെ തന്നെ 190 റേഞ്ച്, 190 175 190 റേഞ്ച്. അതായത് റീടെസ്റ്റിൽ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 175 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റും 190 നമ്മൾ സെക്കൻഡ് ടാർഗറ്റും ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് LT ഫുഡ്സ് ലിമിറ്റഡ്. LT ഫുഡ്സ് ലിമിറ്റഡും ഏകദേശം സിമിലർ കണ്ടീഷൻ, അതായത് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട്. അതായത് 2023 ഇവിടെ ഒരു റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. 24 മെയ്യിൽ അഗെയിൻ ഇവിടെ വന്നിട്ട് താഴെ എന്ത് ചെയ്യുന്നുണ്ട്, സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു ഈ സ്റ്റോക്കിൻ്റെ 229 അല്ലെങ്കിൽ 234 എന്നൊക്കെ പറയുന്ന ഈ 229 234 ഈ ഒരു സോണ്. അപ്പോൾ ഈ ലാസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ അബവ് ആണ്. അത് സ്ട്രോങ് ക്ലോസിംഗ് കൂടിയാണ്. നമ്മൾ ആക്റ്റീവായിട്ട് അവിടെ ബയേഴ്സ് ഉണ്ട്, സെല്ലേഴ്സിന് മുകളിൽ ബയേഴ്സ് അവിടെ ആക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ബ്രേക്ക് ഔട്ട് പോയിന്റിൽ നിന്ന് നല്ല രീതിയിൽ, അതായത് 234 ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 244, അപ്പോൾ നല്ല രീതിയിൽ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഈ ലെവലിലേക്ക് ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷമുള്ള ഒരു റീടെസ്റ്റ്, അതായത്
30 എന്ന് പറയുന്ന ലെവലിലേക്ക് റീടെസ്റ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ബെസ്റ്റ് എൻട്രി. അപ്പോൾ നമുക്ക് ഇവിടെയും എൻട്രി ചെയ്യാം, ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ റിസ്കിൻ്റെ 50% അതിന് താഴെ എടുത്താൽ മതി. ഇവിടെ നിന്ന് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് 230, 228 എന്ന് പറയുന്ന റേഞ്ചാണ്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത് 218 താഴെ അല്ലെങ്കിൽ 215 എന്ന് പറയുന്ന ലെവൽ, അതായത് ബ്രേക്ക് ഔട്ട് ക്യാൻഡലിൻ്റെ തൊട്ട് താഴെ അവിടെയാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഇനി നമ്മൾ ഇതിലൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ 260 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും. 260 എന്ന് പറയുന്ന ലെവൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും. 278 അല്ലെങ്കിൽ 280 എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റിൻ്റെയും സെക്കൻഡ് ടാർഗറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സേഫ് പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്ത് മാറാം. അതായത് ഒരു 10% അല്ലെങ്കിൽ 5 to 10% ഇടയിൽ എത്തുമ്പോൾ തന്നെ ബുക്ക് ചെയ്ത് മാറാം, അല്ലെങ്കിൽ ഹാഫ് ബുക്ക് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ടാർഗറ്റ് നമ്മൾ റൈഡ് ചെയ്യുന്നത്. ഇവിടെ പ്രോപ്പർ എന്താണ്, ട്രെൻഡിങ് സ്ട്രക്ചറിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഡെയിലിയും വീക്കിലിയാണ്. അപ്പോൾ അത്യാവശ്യം സമയം എടുത്തിട്ടൊക്കെ ആയിരിക്കാം മാർക്കറ്റ് കയറി പോകുക. നിങ്ങൾക്ക് ഇതിനു മുമ്പൊക്കെ നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം എങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് ആ ലെവൽസിലേക്ക് എത്തുന്നത് എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാർഗറ്റിനുള്ള ലെവൽസും ഉണ്ട്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് മൂവ് ചെയ്യാനും ഉണ്ട്. സ്റ്റോപ്പ് ലോസിനും അത്യാവശ്യം പെർസെൻറ്റേജ് ഉണ്ട്. പക്ഷെ അത് ട്രേഡ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ 1-2 ആഴ്ച, ചില കേസുകളിലൊക്കെ നമുക്ക് ഒരു വീക്ക് കൊണ്ട് തന്നെ നല്ല ഗെയിൻസ് കിട്ടിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്ത് സ്ട്രക്ചറൊക്കെ ഫോം ചെയ്ത് നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടാണ് സെക്കൻഡ് ടാർഗറ്റിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റിൽ ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാം, അഗെയിൻ പിന്നെ എന്ത് ചെയ്യാം, വേറെ സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് തന്നെ ഫൈനൽ ടാർഗറ്റ് എത്തുന്നത് വരെ ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് നമ്മളെ വാച്ച് ലിസ്റ്റിൽ വരുന്നത് എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. എക്സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എക്സൈഡിൽ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഞാൻ ആ പറഞ്ഞ ചൊവ്വാഴ്ചത്തെ ഒരു ക്യാൻഡിൽ എല്ലാ ഒരു സ്റ്റോക്കിനെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം നല്ല രീതിയിലൊരു സോണ്, ഒരു ട്രെൻഡിങ് വന്നതിന് ശേഷം ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഫോം ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഒരു ബ്രേക്ക് തന്നു, എഗെയിൻ ഒരു റീടെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, എഗെയിൻ ഇപ്പോൾ ഈ വീക്കിൽ ക്ലോസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 520 എന്ന് പറയുന്ന ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 510 to 520 നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് 490. ശരിക്കും നമ്മളൊരു സ്റ്റോപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ലെവലിൽ താഴെ 460, 465 എന്ന് പറയുന്നതിന്. പക്ഷേ നമ്മളൊരു ചെറിയ റിസ്ക് എടുത്തിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ 480 താഴെ സ്റ്റോപ്പ് വെച്ചിട്ട് നമുക്ക് 510, 520 സോണിൽ കയറാം. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 560 ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 595. ഓക്കെ, 600 ലെവലുകൾ. ഇപ്പോൾ ഈ 2 ലെവൽസ് ഞാൻ പറഞ്ഞു ഷോർട്ട് ടേം ടാർഗറ്റ്സ് ആണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മൂവ് ചെയ്തോളണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ ഹോൾഡ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ട്രേഡ് നടന്നതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു ടാർഗറ്റ് അച്ചീവ് ആവുന്നത്. അത്രയും പേഷ്യൻസ് ഒക്കെ ഉള്ളവർ, ഹോൾഡ് ചെയ്യാൻ മനസ്സിലുള്ളവർ മാത്രം എൻട്രി ചെയ്യാം. നെക്സ്റ്റ് നമ്മളൊരു വാച്ച് ലിസ്റ്റിൽ വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് അശോക ബിൽഡ്കോണിലും ഏകദേശം ഈ ഒരു സിമിലർ പാറ്റേൺ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്. 199, 200 എന്ന് പറയുന്ന ഒരു സോണ് റിജക്ഷൻ സോണായിരുന്നു മുമ്പ്. പലപ്പോഴും ഇവിടെ ടച്ച് ചെയ്യുന്നു. അത് ടച്ച് ചെയ്തതിന് ശേഷം സെല്ലേഴ്സാണ് ആക്റ്റീവ് ആവുന്നത്, അല്ലെങ്കിൽ സപ്ലൈ ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ 199 ലെവലിന് മുകളിൽ. അപ്പോൾ 207 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 207 to 200 അല്ലെങ്കിൽ 196 എന്ന് പറയുന്ന ഈ ലെവലിലാണ് നമ്മൾ റീടെസ്റ്റിന് വരുന്ന ഈ ലെവലിലാണ് പ്രോപ്പർ എൻട്രി, അല്ലെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് റിസ്ക് ഫ്രീ എൻട്രി എന്ന് പറയുന്നത്, റിസ്ക് ലിമിറ്റ് ചെയ്തിട്ടുള്ള എൻട്രി അല്ലെങ്കിൽ സേഫ് എൻട്രി എന്ന് പറയുന്നത്. ഇനി റിസ്ക് എൻട്രി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 207, 208 എന്ന് പറയുന്ന ഈ ഒരു സോണിൽ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 180 റേഞ്ചാണ്. 180 റേഞ്ചിന് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 220, സെക്കൻഡ് ടാർഗറ്റ് 240. അപ്പോൾ ഈ 2 ലെവൽസുമാണ് നമ്മൾ ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓക്കെ അവന്തി ഫീഡ്സ് ലിമിറ്റഡ്. അവന്തി ഫീഡ്സിൽ ഏകദേശം ജനുവരി മുതൽ, ഈ ഒരു ഇയറിൽ ജനുവരി മുതൽ റിജക്റ്റ് ചെയ്തൊരു സോണാണ് 580 to 600 എന്ന് പറയുന്ന ഈ ഒരു സോണ്. പലപ്പോഴും ഈ ഒരു സോണിലേക്ക് ടച്ച് ചെയ്യുന്നു, സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്നു. അപ്പോൾ ലാസ്റ്റ് വീക്കിലി അല്ലെങ്കിൽ ഡെയിലി ക്ലോസിങ്, വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് ആ ലെവലിൻ്റെ എബോ ആണ്. അപ്പോൾ ഈ ഒരു 590 to 610 എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ബൈ ചെയ്താൽ മതി. അതല്ല റിസ്കി എൻട്രി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 615 എന്ന് പറയുന്ന ലെവൽസിൽ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വരുന്നത് 560 താഴെ ആയിരിക്കും. 570 താഴെ 570 താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വരും. 590 to 600 അല്ലെങ്കിൽ 615 ഈ ലെവൽസിലൊക്കെ നമുക്ക് എൻട്രി പോകാം. ഇവിടെ റിസ്ക് എൻട്രി ഉണ്ട്, സേഫ് എൻട്രി, കമ്പാരിറ്റീവ്ലി സേഫ് എൻട്രി. അപ്പോൾ ട്രേഡ് റീടെസ്റ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം, എന്നിട്ട് അതിൽ ഫുൾ ക്വാണ്ടിറ്റിയിൽ എൻട്രി ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 650, ഫസ്റ്റ് ടാർഗറ്റ് 650, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്ന ലെവൽസ് 680 എന്നീ ലെവൽസാണ് നമ്മൾ ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീക്കിലേക്ക് കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്ക്. പെന്നാർ ഇൻഡസ്ട്രീസ്, അതേപോലെ തന്നെ LT ഫുഡ്സ്, അതേപോലെ തന്നെ എക്സൈഡ്, അശോക ബിൽഡ്കോൺ, അതേപോലെ അവന്തി ഫീഡ്സ്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിലൊക്കെ നമ്മൾ പറഞ്ഞ ലെവൽസിൽ മാക്സിമം എൻട്രി എടുക്കാൻ നോക്കുക. ഫർദർ വരുന്ന സ്റ്റോക്കൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ നമ്മൾ അപ്ഡേറ്റ്സ് പോകുന്നത് ടെലഗ്രാം ചാനലാണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അവിടെ തന്നെ നമ്മൾ ഇൻട്രാഡേ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഷോർട്ട് ടൈം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ലോങ് ടൈമിനൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ മാർക്കറ്റും അതിലെ എല്ലാ അപ്ഡേറ്റ്സും അവിടെ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ മാക്സിമം ഈ ഒരു സ്റ്റോക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് പൊസിഷൻ സൈസും റിസ്ക് മാനേജ്മെൻറ്റും ചെയ്യുക. വരുന്ന ദിവസങ്ങളിലും ചെറിയ രീതിയിലെങ്കിലും വോളറ്റിലിറ്റി ഉണ്ടാവും. മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവുന്നത് വരെ ലിമിറ്റഡ് അലോക്കേഷൻ, ക്യാപിറ്റൽ അലോക്കേഷൻ മാത്രം ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കും. എനിവേ, താങ്ക് യു.